ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് വരുക്കും സ്വാഗതം. 2025 എന്ന ഈ വർഷത്തിലെ കേരള സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിക്കാനായിട്ട് സമയമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ വരുന്ന ഓഗസ്റ്റിലാണ് 2024 എന്ന കഴിഞ്ഞ വർഷം സെൻസർ ചെയ്യപ്പെട്ട സിനിമകളുടെ വിവിധ കാറ്റഗറിയിലേക്കുള്ള ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കാനായിട്ട് ഒരുങ്ങുന്നത് എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും ഈ വർഷത്തിലെ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള മികച്ച നടൻ ആര് എന്നറിയാനായിട്ട് സിനിമാ പ്രേമികൾ കാത്തിരിപ്പിലായിരിക്കുമല്ലോ. നമുക്ക് ലഭ്യമായ ഏറ്റവും അവസാന ഘട്ടത്തിൽ മത്സരിക്കാനായിട്ട് മികച്ച നടന് വേണ്ടി മത്സരിക്കാനായിട്ട് രംഗത്തുള്ളവരിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ മികച്ച സിനിമകളിൽ ഒന്നാണല്ലോ കിഷ്കിന്ധ കാണ്ഡം. ഇപ്പോഴത്തെ കിഷ്കിന്ധ കാണ്ഡം പല മേഖലകളിൽ പല അവാർഡുകൾ വാരിക്കൂട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നൊരു റിപ്പോർട്ടാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. സിനിമയിലെ അഭിനയ പ്രകടനത്തിന് മുൻപന്തിയിലുണ്ട് മികച്ച നടന് വേണ്ടി ആസിഫ് അലിയും വിജയരാഘവനും എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ശേഷം മലയാള സിനിമയിലെ മികച്ച നടനുള്ള അവാർഡിന് വേണ്ടി പരിഗണിക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ബ്രഹ്മയുഗം സിനിമയുടെ പ്രകടനത്തിന്റെ പേരിലാണ് മമ്മൂട്ടി അവാർഡിന് വേണ്ടി പരിഗണിക്കുന്നത്. ഇത്തവണ അവാർഡ് ലഭ്യമാകുകയാണെങ്കിൽ ഒരു വർഷത്തിന്റെ ഇടവേളയിൽ 2 തവണ മമ്മൂട്ടിക്ക് അവാർഡ് ലഭ്യമായി എന്നൊരു പ്രത്യേകത ഉണ്ടാകും. ഇതുകൂടാതെ ARM എന്ന അജയന്റെ രണ്ടാം മോഷണം കിഷ്കിന്ധ കാണ്ഡത്തോടൊപ്പം ഓണം റിലീസായിട്ട് ക്ലാഷ് റിലീസായിട്ട് എത്തിയ മലയാളം സിനിമയാണല്ലോ. ഒരു സിനിമയിലെ 3 കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് അതിലുപരി മണിയൻ എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ ടൊവിനോ തോമസിന്റെ പേരും മികച്ച നടനുള്ള പട്ടികയിൽ അവസാന റൗണ്ടിലുണ്ട് എന്നാണ് റിപ്പോർട്ട് TVLM തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ പറഞ്ഞവരെ ഒന്നും തന്നെ കൂടാതെ തിയേറ്ററുകളിൽ കൊമേഴ്ഷ്യൽ വിജയിക്കാനാവാതെ പോയ മലൈക്കോട്ടെ വാലിബനിൽ അഭിനയിച്ച നമ്മുടെ മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച താരം കൂടിയ ലാലേട്ടനും ഇതിനോടകം തന്നെ പട്ടികയിലുണ്ട്, അവസാന റൗണ്ടുകളിലുണ്ട് എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സിനിമയ്ക്ക് ആകെ മൊത്തം മികച്ച അഭിപ്രായങ്ങളല്ല ലഭ്യമായതെങ്കിൽ പോലും സിനിമയിലെ ലാലേട്ടന്റെ പ്രകടനത്തിനാണ് ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമയിലെ ലാലേട്ടന്റെ നവരസങ്ങളെ കുറിച്ചെല്ലാം തന്നെ ഒരു വീഡിയോ വരെ ലിജി ജോസ് പെല്ലിശ്ശേരി അടക്കം ഷെയർ ചെയ്യുന്ന കാഴ്ച നാം കണ്ടതാണ്. അപ്പോൾ നമ്മുടെ ലാലേട്ടനും മത്സര രംഗത്ത് തന്നെയുണ്ട്. നേരത്തെ കിഷ്കിന്ധ കാണ്ഡത്തിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ മലൈക്കോട്ടെ വാലിബനും പല കാറ്റഗറിയിൽ പല അവാർഡുകൾ നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അത്രയ്ക്ക് വലിയ ടെക്നിക്കൽ സൈഡായിരുന്നല്ലോ സിനിമയ്ക്കുണ്ടായത്. എന്തായാലും കാത്തിരിക്കാം മലൈക്കോട്ടെ വാലിബൻ എത്ര അവാർഡുകൾ നേടിയെടുക്കുമെന്ന് അറിയുവാനായിട്ട്. കൂടുതൽ സിനിമ വാർത്തകൾക്ക്